അവർക്ക് തിരിച്ചടി അവരുടെ വരുമാന മാർഗത്തിൽ തന്നെ കിട്ടണം. കേവലം അവരെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് മാത്രമേ കാര്യമില്ല, അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് കാശ് പോകണം. അവർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഡോളേഴ്സ് അങ്ങ് ഇല്ലാതാവണം, അത് പൊളിഞ്ഞ് പാളിസാവണം. എന്നാൽ മാത്രമേ ഇവർക്ക് ന്യൂസ് റീഡർ സുജയ പാർവതി മുൻപ് ഒരുപാട് പേരുടെ വായടപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ഞാൻ കമ്മിയാണ്, കൊങ്ങിയാണ്, ജിഹാദിയാണ് എന്നൊക്കെ പറയാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞുകൂടാന്നുള്ളൊരു കാര്യമാണ്. അന്ന് അത് കേട്ടപ്പോൾ പലരും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വായടഞ്ഞു പോയിരുന്നു പലരുടെയും. അപ്പോൾ ഇപ്പോൾ പേളിമണിയായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ പേളി അവരുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ആ അഭിപ്രായത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഒരു തലമുറ അനീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഈ ഒരു വർത്താനല്ലായിരുന്നു പറയേണ്ടത്. ഇപ്പോഴാണ് നമ്മുടെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇന്ത്യയിൽ സമരം ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ പേളി പറയായിരിക്കും, ഡാ കളവ, നിങ്ങൾ ആരോഗ്യമാണ് ഫസ്റ്റ് നോക്കേണ്ടത്, പോയി വീട്ടിലിരിക്കുക, സ്വാതന്ത്ര്യം കൂതന്ത്രമൊക്കെ പിന്നീടുന്ന്. പേളി പറഞ്ഞത് എന്താ, ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു അമ്മ എന്ന നിലയിലൊക്കെ ഉള്ള ആ കുട്ടിയൊക്കൊന്നും ആകണ്ട എന്നുള്ള രീതിയിലാണ് പേളി അതിനെ ന്യായീകരിച്ച് പറഞ്ഞത്. ഒരു സഹതാപത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമ എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ പേളി പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇത്രയും ഒരു ഭാവി തലമുറ, അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ പോരാടുന്നത്. അപ്പോൾ ഈ ഒരു വർത്താനമല്ലായിരുന്നു പേളി പറയേണ്ടത്. പക്ഷേ പേളി പിന്നീട് പേളിയുടെ ഇഷ്ട കളറ് ഈ കാവ്യാണെന്ന് പറഞ്ഞതോടെയാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമായി പേളിയെ അറ്റാക്ക് ചെയ്യാൻ നിന്നത്. ഇതുപോലെ തന്നെ എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് എനിക്ക് മെസ്സഞ്ചറിൽ ഒരു ഭീഷണി പോലെ, സംഖ്യ നീ വായടക്കണം. സത്യത്തിൽ ഞാൻ സംഖ്യൊന്നല്ല. എന്നിട്ടും അതെന്താ ഇങ്ങനെ പറഞ്ഞത്? അഭിപ്രായം പറയാനുള്ളൂ, നമുക്കൊരാൾ ചെയ്ത നന്മ ചൂണ്ടിക്കാണിച്ച് എഴുതാനുള്ളത് ഒന്നും സ്വാതന്ത്ര്യമില്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഒരു വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ള നിലപാടിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ഞാൻ മുഖ്യമന്ത്രിയുടെ നല്ല ഗുണങ്ങൾ ഒക്കെ കണ്ടൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് അപ്രോക്സ് 200ഓളം ഷെയർ കിട്ടി, മില്യൺ കണക്കിന് വ്യൂസൊക്കെ കിട്ടിയൊരു പോസ്റ്റായിരുന്നു. അപ്പോൾ മറ്റൊരു വിഭാഗം ആൾക്കാർ വന്നിട്ട് മെസ്സഞ്ചറിലൊക്കെ നീ കൊങ്ങി, അതിന് മുമ്പിട്ട് ഞാൻ സംഖ്യ എന്ന് പറഞ്ഞത് പിന്നെ കൊങ്ങിയിലേക്ക് മാറി, മൊത്തത്തിൽ അറ്റാക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. നമ്മുടെ ശൈല ടീച്ചർ ഉള്ളത് കൊണ്ടായിരുന്നല്ലോ ആ സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായി പോയത്. അതിനെക്കുറിച്ച് പോസ്റ്റ് ഇപ്പോൾ കമ്മിയെന്നും വിളിച്ചിട്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു അഭിപ്രായവും ഇവിടെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും അത് നമ്മളെ മനസ്സിൽ വെക്കണം. കാരണം ഇന്നേ ആൾക്കാർക്ക് മാത്രമേ അഭിപ്രായം ഈ ഇന്ത്യയിൽ പറയാൻ പാടുള്ളൂ എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നില്ലേ, സോഷ്യൽ മീഡിയ ഒക്കെ വൈറലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരു സ്ത്രീ പ്രധാനമന്ത്രിയെ കൊല്ലണം. അതിപ്പോൾ ട്രെൻഡാണ്, എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ആ ഒരു ട്രെൻഡിലാണ് ഏറ്റുപിടിക്കുന്നത്. പ്രധാനമന്ത്രി തോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ കൊല്ലണം എന്നൊക്കെ, അയ്യോ എന്ത് വിളിച്ചോണ്ട് പറയുന്നത്. സത്യം പറയാനും ഞാനൊക്കെ ഒരു കൊതുകിനെ കൊല്ലണ പോലെ തന്നെ എൻ്റെ ആ മുഖത്തെ എക്സ്പ്രഷൻ ഒരു ആനയെ കൊല്ലേണ്ട എക്സ്പ്രഷൻ ആയിരിക്കും. കാരണം ആകെ ഒരു 50 മില്ലി ബ്ലഡിൽ 3/4 ഊറ്റി കുടിക്കുന്ന ആ കൊതുകിനോടുള്ള ഒരു പക എൻ്റെ മുഖത്തുണ്ടാവും. പക്ഷെ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ചേച്ചിക്കിപ്പോൾ ഒരു തോക്ക് കിട്ടിയാൽ 2 ഉണ്ടാവും, ഒന്ന് വണ്ടക്ക് ഒന്ന് നെഞ്ഞത്ത്. സിമ്പിൾ. ചേച്ചിക്ക് പ്രധാനമന്ത്രിയോട് ഒരു വിരോധം ഉണ്ടായിട്ടോ അങ്ങനത്തൊന്നും അല്ല. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പ്രധാനമന്ത്രിയോട് പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടായിട്ട് പറഞ്ഞതൊന്നുമല്ല. ചേച്ചി ഏതോ ഒരു ഫിലിം കണ്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ പോയിട്ട് ഭയങ്കര ഒരു ക്യാമറയും മുന്നിലുണ്ട്. അപ്പോൾ ആ ഫിലിമിൽ വിജയായിട്ട് ആരെയും കൊല്ലുന്നുണ്ടാകും. അപ്പോൾ ചേച്ചിയും പറഞ്ഞു എനിക്കൊരു തോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും ഈ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇപ്പോൾ ചേച്ചി പുലിവാലിൽ വിളിച്ച് ലുക്കൗട്ട് നോട്ടീസ് വരെ അയച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു വീഡിയോ കാണാൻ ഇടയായ, അതായത് ഒരു കുട്ടിയോട് അമ്മ ചോദിക്കുകയാണേ നമ്മൾ ഇന്ത്യയെ എങ്ങനെ രക്ഷിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്നത് പ്രധാനമന്ത്രിയെ കൊല്ലണം, മോദിയെ കൊല്ലണം എന്ന്. അപ്പോൾ ഈ അമ്മ ഭയങ്കര ചിരിച്ചോണ്ട് ആണോ, അയ്യോ മോദിയെ കൊന്നാൽ രക്ഷപ്പെടുമെന്നൊക്കെ. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, ഈ ചെറിയ പിള്ള മനസ്സിൽ വരെ ഈ കൊലപാതകം കൊല ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്ന രക്ഷിതാക്കൾ, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം തന്നെ കോളേജിൽ സഹപാഠിയെ സ്കൂളിലായിക്കോട്ടെ കുത്തിക്കൊന്നു, അതൊക്കെ ഈ ചെറുപ്പം മുതലേ ഉള്ള ഈ ഒരു ട്രെയിനിങ് കാരണമല്ലേ. കൊല്ലുന്നെന്ന് പറയുമ്പോൾ തന്നെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് അത് വൈറലാവട്ടെ എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള തലമുറയല്ലേ ഇപ്പോൾ ഇങ്ങനെ വാർത്തെടുക്കുന്നത്. അതിന് മെയിൻ കാരണം ഈ വീട്ടിലെ പാരൻസ് അല്ലേ. ഇപ്പോഴുള്ള തലമുറ ആയിക്കോട്ടെ മുമ്പത്തെ തലമുറ ആയിക്കോട്ടെ എന്ത് പറയണം എന്ത് പറഞ്ഞൂടാ എന്നുള്ള കാര്യത്തിൽ നിന്നും ആർക്കും ഒരു
അറിവില്ല, എന്തും പറയാം. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയാണ്. ഇതൊക്കെ പൊളിച്ചെഴുതേണ്ട, നമ്മുടെ നിയമം എന്ന് പറയുന്ന ആ പരട്ട നിയമം പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോഴും ആർക്കെന്തും പറയാൻ ചെയ്യുക, ഒരു കുഴപ്പമില്ല. നമുക്ക് പറഞ്ഞാലും ചെയ്താലൊക്കെ നമുക്കിവിടെ കൂളായിട്ട് ജീവിക്കാൻ പറ്റും. ആരും അതിനൊരു ആക്ഷൻ എടുക്കും, അങ്ങനത്തെ ഒരു കാര്യം പോലും ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ഈ നിയമം ഒന്ന് സ്ട്രോങ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആൾക്കാർ എന്തെങ്കിലും ചെയ്യണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നോ ഒന്നുമില്ല. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ള കാര്യത്തിൽ പോലും പലർക്കും പല സംശയങ്ങൾ, ഉത്കണ്ഠയാണ്. എങ്ങനെ മുന്നോട്ട് ജീവിക്കുക? ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വോയിസ് കേട്ടു. ഷഫീന ബീവി എന്ന് പറയുന്ന ആ തെറിത്താത്തയുടെ വക, അയ്യോ, കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള സംസാരമായിരുന്നു പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇവരെക്കുറിച്ച് എന്ത് മുഖമില്ലാത്ത ഐഡിയിൽ നിന്ന് എന്തും വൃത്തികേടും പോസ്റ്റ് ചെയ്യുക, അതിനൊന്നും ഒരു നടപടി എടുക്കാനുള്ള ഒരു നിയമം നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് ആദ്യം ഇതിനൊക്കെ ഒരു അഴിച്ചുപണി നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഇനി വരുന്ന തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒറ്റൊരു കാര്യം, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. മാത്രമല്ല അവരുടെ സബ്സ്ക്രിപ്ഷൻ താഴേക്ക് പോകുന്നു, അവർ അങ്കലാപ്പിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇത് മുമ്പത്തെ ഞാൻ വിചാരിക്കുന്ന മുമ്പ് പല സന്ദർഭങ്ങളിൽ നമുക്ക് നടന്നു കാണാൻ ആഗ്രഹിച്ച കാര്യമാണ്. കാരണം വെച്ചാൽ ഈ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടി അവരുടെ വരുമാന മാർഗത്തിൽ തന്നെ കിട്ടണം. കേവലം അവരെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് കാശ് പോകണം. അവർക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഡോളേഴ്സ് അങ്ങ് ഇല്ലാതാവണം, അത് പൊളിഞ്ഞ് പാളിസാവണം. എന്നാൽ മാത്രമേ ഇവർക്കൊക്കെ കൊള്ളാൻ അതേ മാർഗമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ നല്ല വാക്കുകളിൽ കുറച്ച് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിൽ അത് കൊള്ളുന്നൊന്നും നമുക്ക് വിചാരിക്കാനേ കഴിയില്ല. ഇവിടെ നല്ല കൊള്ളലാണ്. 4-5 ലക്ഷം ഫോളോവേഴ്സ്. അതാണ് ഈ വീഡിയോ കണ്ടില്ലേ? മെയിൻ കാരണം പേളി ഒന്ന് തകർന്ന് കാണണം. നമ്മളെ മലയാളികളുടെ പൊതുവൊരു സ്വഭാവമാണ് മറ്റുള്ളവരെ നന്നാവുന്നത് നമുക്ക് തീരെ പിടിക്കില്ല. പേളി ഇങ്ങനെ ഡോളർ ഉണ്ടാക്കുന്നത്, അത് അത്ര തകർന്ന് പേളി ഒന്ന് മുടിഞ്ഞ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. എന്താണ് സംഭവം, പേളി എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്, എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ പേളിയെ വിമർശിച്ച് അങ്ങ് ഇടിച്ച് താഴ്ത്തുന്നത് തന്നെ പലർക്ക് മനസ്സിലിരിപ്പം എന്താ, പേളി ഒന്ന് തകരണം, പേളിയുടെ ഡോളർ കുറയണം. അപ്പം ഇങ്ങനെയുള്ള ഈ മനസ്സിലിരിപ്പും കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പ്രശ്നം വഷളാക്കുന്ന ആൾക്കാരും ഒരു വിഭാഗത്തുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നത്, പേളി പറഞ്ഞ ആ ഒരു പ്രസ്താവനയുണ്ട്, വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞതിനോട് ഞാൻ 1% പോലും യോജിക്കുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ അവരുടെ ഭാവി, നമുക്കുകൊണ്ട് വളർന്നു വരുന്ന മക്കളൊക്കെ അവരുടെ ഭാവി നശിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ നീതിക്കെതിരെ പോരാടുമ്പോൾ ഫുൾ സപ്പോർട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനെ മുതലെടുത്തിട്ടും ഒരു കിട്ടിയ ചാൻസ് കൂട്ടി മറ്റൊരാളെ തകർക്കുന്ന ഒരു പ്രവണതയും ഇവിടെയുണ്ട്. പേളിയെ സംബന്ധിച്ച് ഇപ്പോൾ യൂട്യൂബാണ് ഇന്ത്യക്ക് നിരോധനം ഏർപ്പെടുത്തിയെങ്കിൽ മുൻനിരയിൽ സമരം ചെയ്യാനും നിരാഹാരം ചെയ്യാനും പേളിയുമാണിയായിരിക്കും ഉണ്ടാവുക. അതിലൊരു സംശയം ആർക്കുമില്ല. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു CJ മോഹൻദാസോ അങ്ങനെയുള്ളൊരു വ്യക്തി കൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്കാണ് ഭരണം കൈ കിട്ടിയതെങ്കിൽ അവർ ഇന്ത്യയെ അങ്ങനെയാക്കും, സ്ത്രീകളെ ഇങ്ങനെയാക്കും, സ്ത്രീകൾക്ക് കൂട്ട ബലാത്സംഗമാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ഈ പൊതുസമൂഹത്തിൽ നിൽക്കുന്നത്, താമസിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്താ പറയുക, ഇവരുടെ കയ്യിലൊക്കെ ഭരണം കിട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ, ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും തലമുറ ജീവിക്കുന്നത് ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഈ പുഴുക്കുത്തുകളൊക്കെ വേരോടെ മുറിച്ച് മാറ്റാനുള്ള ഒരു നിയമ സംവിധാനം ഇന്ത്യയിൽ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തടയിടാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.